ഹായ് എവ്രിവൺ, വെൽക്കം ടു ക്രിഷ് ടോക്സ്. ഓൺ കേരളയുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ റിവിഷനാണ് ഈ ഒരു വീഡിയോ. പക്ഷെ നമ്മൾ ഫസ്റ്റ് മൊഡ്യൂളിലെ ഘോഷയാത്ര എന്ന് പറയുന്ന ചാപ്റ്റർ ഫസ്റ്റ് മൊഡ്യൂളിൻ്റെ റിവിഷനിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആ ചാപ്റ്റർ വെച്ചിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാണ്. ഇതും കൂടി പറഞ്ഞിട്ട് നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലത്തെ ചാപ്റ്റേഴ്സും കൂടി പറയാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഘോഷയാത്ര എഴുതിയിരിക്കുന്നത് കുഞ്ചൻ നമ്പ്യാരാണ്. ഘോഷയാത്ര ടേക്സ് ആൻ ഇവൻറ്റ് ഫ്രം വനപർവം ഓഫ് ദി എപ്പിക് മഹാഭാരത. അപ്പം ഈ ഒരു വനപർവം എന്നുള്ളത് ഒന്ന് സ്പെസിഫൈ ചെയ്ത് നോക്കി വെക്കുക. പിന്നെ പാണ്ഡവാസ് ആർ സെൻഡ് ഇൻ ടു എൻ എക്സൈൽ ഓഫ് 13 years ആൻഡ് ആൻ അഡീഷണൽ ഇയർ. 13 വർഷവും പ്ലസ് 1 വർഷവും കൂടിയിട്ടാണ് പാണ്ഡവരെ വനവാസത്തിന് അയക്കുന്നത്. ഓക്കെ, ദെൻ അവർ താമസിക്കുന്ന ആ ഒരു വനത്തിൻ്റെ പേര് ദ്വൈത വുഡ്സ് അല്ലെങ്കിൽ ദ്വൈത വനം എന്നുള്ളതാണ്. ദെൻ curious to know about whereabouts of their life in exile, the Kaurava king ദുര്യോധനനാണ് പാണ്ഡവരുടെ വിശേഷങ്ങൾ അറിയാനായിട്ട് ഒരു മെസ്സഞ്ചറിനെ ദ്വൈത വുഡ്സിലേക്ക് അയക്കുന്നത്. അപ്പോൾ അവരവിടെ അടിപൊളിയായിട്ട് നല്ല രീതിക്ക് ജീവിക്കാണ് എന്ന് മെസ്സഞ്ചർ വന്ന് പറഞ്ഞപ്പോഴാണ് ദുര്യോധനന് ദേഷ്യം വരുന്നത്. അപ്പോൾ ആ ഒരു രംഗമാണ് നമുക്ക് ഘോഷയാത്ര എന്ന് പറയുന്ന കവിതയിൽ 2 പാർട്ടായിട്ട് കാണാൻ സാധിക്കുന്നത് കേട്ടോ. ആദ്യത്തെ പാർട്ട് ദ്വൈത വുഡ്സിൽ പോയി പാണ്ഡവരുടെ ലൈഫ് കണ്ടിട്ട് വന്ന് മെസ്സഞ്ചർ പറയുന്ന കാര്യങ്ങളാണ് ആദ്യത്തെ പാർട്ടിൽ. സെക്കൻഡ് പാർട്ടിൽ ദുര്യോധനന്റെ അതിന്റെ റിപ്ലൈ ആണ് നമുക്ക് സെക്കൻഡ് പാർട്ടിൽ കാണാനായിട്ട് സാധിക്കുന്നത്. ദെൻ ദുര്യോധന പ്ലാൻസ് ടു ബ്രിങ് പാണ്ഡവാസ് ഡൗൺ എ ലിറ്റിൽ ബൈ ഷോക്കീസിന്. അപ്പോൾ ദുര്യോധന തീരുമാനിക്കുന്ന കാര്യം അവരെന്തായാലും നല്ല രീതിക്കാണല്ലോ ജീവിക്കുന്നത്, അപ്പോൾ അവരെ തൻ്റെ ആർഭാടങ്ങളൊക്കെ കാണിച്ച് അതൊക്കെ ഒന്ന് കാണിച്ച് ഷോക്കേസ് ചെയ്യാമെന്നുള്ള രീതിക്കാണ് ദുര്യോധനൻ ഇവർ താമസിക്കുന്ന ആ ഒരു ഘോഷയിലേക്ക്, മീൻസ് ഇവർ താമസിക്കുന്ന ദ്വൈത വുഡ്സ്. ഇപ്പം ഇത് ദ്വൈത വുഡ്സ് ആണെങ്കിൽ അതിനടുത്ത് ഘോഷകളുണ്ട്. ഘോഷ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പശുക്കളെയൊക്കെ മേയ്ക്കുന്ന സ്ഥലമാണ്. അപ്പം ഇതിന് ചുറ്റുമുള്ള ഈ ഘോഷകളൊക്കെ ആരുടെയാണ്? നമ്മുടെ ദുര്യോധനന്റെയാണ്. അപ്പം ഇവിടേക്കൊക്കെ ദുര്യോധനന് പോവാലോ, ദുര്യോധനന്റെ പ്ലേസ് അല്ലേ. അപ്പം ഇവരെ ദ്വൈത വുഡ്സിലുള്ള പാണ്ഡവരെ ഒന്ന് എല്ലാ കാര്യങ്ങളും കാട്ടി ഷോക്കേസ് ചെയ്യാനും അവരെ ദേഷ്യം പിടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ ഘോഷകളിലേക്ക് ആര് പോകുന്നു? നമ്മുടെ ദുര്യോധനൻ പോവാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ആ ഘോഷകളിലേക്ക് ദുര്യോധനൻ നടത്തുന്ന യാത്രയാണ് ഘോഷയാത്ര. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദ്വൈത വുഡ്സിലാണ്, ഇവിടെയാണ് പാണ്ഡവര് താമസിക്കുന്നത്. 13 വർഷവും പ്ലസ് 1 വർഷമായിട്ട് ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പൊ അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് അവർ താമസിക്കുന്ന ആ കാട്ടിലേക്ക് പോവാതെ തൊട്ടടുത്തുള്ള ദുര്യോധനന്റെ തന്നെ സ്ഥലങ്ങളായിട്ടുള്ള ഘോഷകളിലേക്ക് യാത്ര ചെയ്യുന്നു. അതാണ് ഘോഷയാത്ര എന്ന് പറയുന്നത്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് point, Gosha of the title refers to the pastures where cattle and cattle herders live together. കന്നുകാലികളും കന്നുകാലികളെ മേയ്ക്കുന്ന ആളുകളൊക്കെ ഒരുമിച്ച് താമസിക്കുന്ന ഒരു പ്ലേസ് ആണ് ഘോഷ എന്ന് പറയുന്നത്. There were many Goshas in the precincts of ദ്വൈതവനം, the forest where Pandavas spent their time in exile. അവർ ഈ ഒരു എന്താ പറയുക, വനവാസത്തിന് പോകുന്ന ദ്വൈതവനത്തിനടുത്ത് ഇത്തരത്തിൽ ഒത്തിരി ഘോഷകൾ ഉണ്ടായിരുന്നു. അപ്പം അവിടേക്കാണ് നമ്മുടെ ദുര്യോധനൻ പോകുന്നത്. ഫസ്റ്റ് പാർട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദ മെസ്സഞ്ചർ കം ബാക്ക് ടു കൗരവാസ് ആൻഡ് റിപ്പോർട്ട് ദുര്യോധന ദ കൗരവ കിങ് വിത്ത് ന്യൂസ് ഫ്രം ദ്വൈത വുഡ്സ്. അപ്പോൾ കൗരവരുടെ കിങ് ആയിട്ടുള്ള ദുര്യോധനന്റെ അടുത്ത് വന്നിട്ട് ദ്വൈതവനത്തിലെ കാര്യങ്ങൾ പറയുന്ന രംഗമാണ്, മെസ്സഞ്ചർ പറയുന്ന രംഗമാണ് ഫസ്റ്റ് പാർട്ടിൽ കാണാൻ സാധിക്കുന്നത്. സെക്കൻഡ് പാർട്ടിൽ ദുര്യോധന ലാഷസ് ഔട്ട് അറ്റ് ദ മെസ്സഞ്ചർ ആൻഡ് ടെൽസ് ഹിം ദാറ്റ് ഹി ഷുഡ് കൺസിഡർ ജോയിനിങ് ദ പാണ്ഡവാസ് ബിക്കോസ് എനിമീസ് ആർ ബെറ്റർ ദാൻ ഫ്രണ്ട്സ് ഹു ആർ കൈൻഡ് ടുവേർഡ്സ് ദ എനിമീസ്. അപ്പം സെക്കൻഡ് പാർട്ടിൽ പറയുന്നത് നമ്മുടെ മെസ്സഞ്ചർ ഫസ്റ്റ് പാർട്ടിൽ വന്ന് പറയുന്ന കാര്യം അവർ നല്ല രീതിക്കാണ് ജീവിക്കുന്നത്, നിങ്ങൾ ചീറ്റ് ചെയ്തതൊന്നും അവരെ ഏറ്റിട്ടില്ല, അവരെ അതൊന്നും തളർത്താൻ സാധിച്ചിട്ടില്ല എന്നുള്ള രീതിക്ക് അവരെ സപ്പോർട്ട് ചെയ്ത് പറയുന്ന പോലെയാണ് ദുര്യോധനന് തോന്നിയത്. അപ്പോൾ മെസ്സഞ്ചറിൻ്റെ അടുത്ത് സെക്കൻഡ് പാർട്ട് ഓഫ് ദ കവിതയിൽ പറയാണ്, നീ അവരുടെ കൂടെ പോയി ജീവിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ, എൻ്റെ കൂടെ നിന്നിട്ട് അവരെ നീ സപ്പോർട്ട് ചെയ്ത് പറയേണ്ട ആവശ്യമില്ല, അപ്പം നീ വേണമെങ്കിൽ അവരുടെ കൂടെ ജോയിൻ ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. കാരണം എനിമീസ് ആർ ബെറ്റർ ദാൻ ഫ്രണ്ട്സ് ഹു ആർ കൈൻഡ് ടുവേർഡ്സ് എനിമീസ്. എനിമീസ് ആണ് ഏറ്റവും ബെറ്റർ, ആരെക്കാളും എനിമീസിനോട് ദയ തോന്നുന്ന ഫ്രണ്ട്സിനേക്കാൾ നല്ലത് എനിമീസാന്നാ പറയുന്നത്. ഇത് മെസ്സഞ്ചറിൻ്റെ അടുത്ത് ദുര്യോധനൻ പറയുന്ന ഒരു കാര്യമാണ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഈ ലൈൻ ബൈ ഹാർട്ട് ചെയ്ത് തന്നെ പഠിക്കാൻ ശ്രമിക്കുക. പിന്നെ
ഘോഷ എന്നുള്ള ടൈറ്റിൽ ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് ഈ ഒരു ടൈറ്റിൽ പറയുന്നത് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു. കാറ്റിൽസും കാറ്റിൽ ഹേർഡേഴ്സും ഒക്കെ ഒരുമിച്ച് ജീവിക്കുന്ന ഒരു പ്ലേസ് ആണ് ഘോഷ എന്ന് പറയുന്നത്. അവിടേക്ക് ദുര്യോധനൻ നടത്തുന്ന ജേണിയാണ് ഘോഷയാത്ര എന്ന് പറയുന്നത്. ഈ സ്പെല്ലിംഗ് ഒന്ന് നോക്കിക്കോളൂ. അപ്പം ആ ഒരു ജേണിയാണ് ഘോഷയാത്ര എന്ന് പറയുന്നത്. പിന്നെ ദ്വൈതവനം, ദ്വൈത വുഡ്സിലാണ് അവർ ജീവിക്കുന്നത്, നമ്മുടെ പാണ്ഡവർ ജീവിക്കുന്നത്. കൗരവ കിങ്ങിന്റെ പേര് ദുര്യോധനൻ എന്നാണ് കേട്ടോ. അപ്പം ഇതൊക്കെ ഈ റെഡിൽ കൊടുത്തിരിക്കുന്നതൊക്കെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഇതിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കിടക്കുമ്പം വാട്ട് അക്കോർഡിംഗ് ടു ദ മെസ്സഞ്ചർ ആർ ബ്ലെസ്ഡ് ഫോർ ലൈഫ്. അക്കോർഡിംഗ് ടു ദ മെസ്സഞ്ചർ ദോസ് ഹു ആർ അഡോൺഡ് വിത്ത് ദ ബ്ലെസ്സിങ് ഓഫ് ദ ഗുരു. ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ് ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം ധന്യമായി എന്നാണ് നമ്മുടെ മെസ്സഞ്ചറിൻ്റെ ഒരു അഭിപ്രായം. അപ്പോൾ ഈ പാണ്ഡവരെല്ലാവരും അങ്ങനെയുള്ളവരാണ്, ഗുരുക്കന്മാരുടെ ബ്ലെസ്സിങ്ങോട് കൂടി കഴിയുന്നവരാണ്. പ്രത്യേകിച്ച് ഈ ദ്വൈതവനത്തിൽ അവർ ഗുരുക്കന്മാരോട് കൂടിയാണ് കഴിയുന്നത്, സന്യാസികളുടെ കൂടിയാണ് കഴിയുന്നത്. അപ്പോൾ അതാണ് അങ്ങനെ പറഞ്ഞത്. പിന്നെ what is the refuge of the Pandavas? Refuge of the Pandavas in the Dwaita woods, they were dwell with the begin sages. അവർ ആരുടെ കൂടെയാണ് കഴിയുന്നത്? ഈ പറഞ്ഞ സെയ്റ്റ്സിന്റെ കൂടെയാണ് കഴിയുന്നതെന്നാണ് പറയുന്നത്. സെയ്റ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ എന്താ പറയുക, ഗുരുക്കന്മാരുടെ അനുഗ്രഹങ്ങൾ കൊണ്ട് അവരുടെ കൂടെയാണ് അവർ കഴിയുന്നതെന്നാണ് പറയുന്നത്. ഇനി സന്യാസിമാർ. ദെൻ അടുത്തത് ഫിഗർ ഓഫ് സ്പീച്ച് ചോദിക്കുന്നുണ്ട്. ഇത് ഇമ്പോർട്ടൻ്റ് ആണ്. ഫിഗർ ഓഫ് സ്പീച്ച് ഇതെന്താണ്? ഓഫ് ദ ബെനവലൻസ് ഓഫ് ഇൻഫെർനോ. അതൊരു ഓക്സിമറോൺ ആണ് കേട്ടോ. ഇത് രണ്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ടേംസ് ഇവിടെ പറഞ്ഞേക്കാണ്. ബെലവൻ്റ് എന്ന് വെച്ചാൽ കൈൻഡ് എന്നുള്ളതാണ്, ഫ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിമി എന്നാണ്. അപ്പം ഓപ്പോസിറ്റ് എന്താ പറയുക, തലത്തിൽ നിൽക്കുന്ന രണ്ട് വാക്കുകൾ ഒന്നിച്ച് ചേർത്ത് എഴുതുന്നതിനെ ഓക്സിമറോൺ എന്നാണ് നമ്മൾ പറയുക. പിന്നെ ദുര്യോധന ഒപ്പീനിയൻ റിഗാർഡിങ് എലീസ് ആൻഡ് ഫോഴ്സ്. അപ്പം നമ്മളത് ഓൾറെഡി പറഞ്ഞതാണ്. ബെറ്റർ ദാൻ എനിമീസ് എന്നുള്ള കേസ്, ബെറ്റർ ദാൻ ഫ്രണ്ട്സ്. എനിമീസ് ആർ ബെറ്റർ ദാൻ ഫ്രണ്ട്സ് ഹു കൈൻഡ് ടുവേർഡ്സ് ദ എനിമീസ് എന്നുള്ളതാണ്. അപ്പം അത് അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് പഠിക്കാം. പിന്നെ ദുര്യോധനൻ മെസ്സഞ്ചറിൻ്റെ അടുത്ത് ചൂടായ ഒരു കാര്യം. ഇത്രയൊക്കെയാണ് ഈ പാഠഭാഗത്തിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഇവിടെ ഞാൻ കുറച്ചധികം പറഞ്ഞിട്ടുണ്ടായിരുന്നു ടേംസൊക്കെ. ദ്വൈതവനം, പാണ്ഡവര്, കൗരവരുടെ കിങ് ദുര്യോധന, ഘോഷയാത്ര, ഇങ്ങനെയുള്ള ടേംസ് ഒക്കെ പഠിച്ചു വയ്ക്കാം. പിന്നെ ആ സെൻറ്റൻസും. ഇനി നമ്മൾ സെക്കൻഡ് മൊഡ്യൂളിലേക്ക് കിടക്കുമ്പോൾ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമുള്ള ഒരു പാഠഭാഗമാണ് ആത്മോപദേശ ശതകം. ഒരു കമൻറ്റ് ഞാൻ കണ്ടു, മിസ് ഈ പേര് പഠിക്കാൻ തന്നെ 2 മിനിറ്റ് വേണം എന്നുള്ളത്. അപ്പോൾ ഇത് കുറച്ച് ശരിയാണ്, കുറച്ച് ടഫ് പാഠഭാഗമാണ്, മനസ്സിലാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളതാ. അങ്ങനെ ഇതിൽ നിന്ന് ചോദ്യങ്ങൾ വരാറില്ല, പക്ഷെ നമുക്ക് അത് വിചാരിച്ച് സ്കിപ്പ് ചെയ്യാനും പറ്റില്ല. കാരണം ഈ വർഷം ചോദിച്ചാലോ നമുക്ക് ഉറപ്പ് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ പാഠഭാഗത്തിന്റെ പേര് ഇതാണ്, ആത്മോപദേശ ശതകം. അങ്ങനെയാണ് കേട്ടോ, ആത്മോപദേശ ശതകം. അത് കൂട്ടി വായിക്കുമ്പോൾ ആത്മോപദേശ ശതകം. ശ്രീനാരായണ ഗുരുവാണ് എഴുതിയിട്ടുള്ളത്. ഒരു സ്പിരിച്വൽ വർക്കാണ്, ശ്രീനാരായണ ഗുരുവിന്റെ ഒരു കവിതയാണിത്. ഇത് 1897 ഇത് എഴുതുന്നത്. 1917 ഇത് പബ്ലിഷ് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഒരു ക്ലാസിക് വർക്ക് എന്നറിയപ്പെടുന്നതാണ് ഈ ഒരു ആത്മോപദേശ ശതകം. ആത്മോപദേശ ശതകം ഈസ് കണ്ടെയ്ൻഡ് 100 വേഴ്സസ് ഓർ സ്റ്റാൻസ, each of which describing a set of actions performed by the self on itself, affecting and recognizing moments of transformation into absolute value. ഇതിൽ 100ഓളം സ്റ്റാൻസുകളാണ് ഈ ഒരു കവിതയിൽ പഠിക്കാനുള്ളത്. പക്ഷെ അതിൽ കുറച്ചെണ്ണം മാത്രമേ നമുക്ക് പഠിക്കാനുള്ളൂ. ആക്ച്വലി ഇതിൽ 100ഓളം സ്റ്റാൻസുകളുണ്ട്. നമ്മളെ തന്നെ ഒരു സെൽഫ് ലവിൻ്റെ ഒരു കാര്യമാണ് ഇതിൽ മെയിനായിട്ട് പറയുന്നത്. ദെൻ ഇതിൽ എന്താ പറയുക, പീപ്പിൾ ആർ ഈക്വൽ ആൻഡ് ഡിസേർവ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. അതാണ് ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കി വെക്കേണ്ട കാര്യം. ആ ഒരു ഈക്വാലിറ്റീനെ കുറിച്ച്, എല്ലാ ജനങ്ങൾക്കും ഒരേപോലെ എന്നുള്ള രീതിക്കുള്ള ഒരു ഈക്വാലിറ്റി ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇതിൽ നോക്കി വെക്കേണ്ട നമ്മുടെ ശ്രീനാരായണ ഗുരുവിൻ്റെ ഫേമസ് സ്ലോഗൻസ് കൊടുത്തിട്ടുണ്ട്. 1 കാസ്റ്റ്, 1 റിലീജിയൻ ആൻഡ് 1 ഗോഡ് ഫോർ ഹ്യൂമൻ ബീയിങ്. പിന്നെ ആസ്ക് നോട്ട്, സേ നോട്ട്, തിങ്ക് നോട്ട് കാസ്റ്റ്. ജാതി ചോദിക്കരുത്, പറയരുത്, ചിന്തിക്കരുത്, അതിൻ്റെ ഇംഗ്ലീഷാണ്. അപ്പം ഈ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കി വെക്കണം. പിന്നെ ഈ ഒരു പാഠഭാഗത്ത് പറയുന്നത് പീപ്പിൾ ആർ ഈക്വൽ ആൻഡ് ഡിസേർവ് ഈക്വൽ റൈറ്റ്സ് ആൻഡ് ഓപ്പർച്യൂണിറ്റീസ്. പിന്നെ ഇതിൽ 100 വേഴ്സസ് ഓഫ് സെൽഫ് ഇൻസ്ട്രക്ഷൻ ആണ്. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് മനസ്സിലാക്കാനും നമ്മളെ സ്നേഹിക്കാനുള്ള 100 സ്റ്റാൻസയിലൂടെയുള്ള ഇൻസ്ട്രക്ഷൻസ് ആണ് ഈ ആത്മോപദേശ ശതകം എന്ന് പറയുമ്പോൾ 100 അതിലൂടെ കൊടുക്കുന്നത്. ഇനി നെക്സ്റ്റ് ഇതിൽ പഠിക്കേണ്ടത് ഇവരുടെ പേര് കേട്ടോ. ആത്മോപദേശ ശതകം ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളുടെ പേര് നമുക്കിപ്പോൾ പഠിക്കാനുള്ള ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുള്ളത് മുനിനാരായണ പ്രസാദ് എഴുതിയിട്ടുള്ള ഒന്നാണ് നമുക്ക് പഠിക്കാനുള്ളത്. പക്ഷെ ഇത്രയും പേര് നടരാജഗുരു, ഗുരു നിത്യ ചൈതന്യയതി, മുനിനാരായണ പ്രസാദ് ഒക്കെയും ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. മുനിനാരായണ പ്രസാദിൻ്റെയാണ് നമ്മൾ പഠിക്കുന്ന ഈ ഒരു പാഠഭാഗം. പിന്നെ ഇത് കുട്ടി ചോദ്യങ്ങളാണ്.
നമുക്ക് 2 മാർക്കിനൊക്കെ ചോദിക്കുന്നേ. ഒരു പബ്ലിഷ് ചെയ്ത വർഷം ചോദിക്കുന്നുണ്ട് 17. പിന്നെ ടൈറ്റിൽ എന്ന് പറയുന്നത് മീൻസ് 100 വേഴ്സസ് ഓൺ സെൽഫ് ഇൻസ്ട്രക്ഷൻ്റെ 100 വേഴ്സസ് ഓർ സ്റ്റാൻസയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അതിൽ കുറച്ച് സ്റ്റാൻസ് മാത്രമാണ് നമുക്ക് പഠിക്കാനുള്ളൂ. ദെൻ മീറ്റർ ഓഫ് ദ പോയം. മീറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പോയറ്റിക് ഫോമാണ്, അല്ലെങ്കിൽ നമ്മൾ പോയത്തിൽ യൂസ് ചെയ്യുന്ന ഒരു ടേമാണ് മീറ്റർ ഓഫ് ദി പോയം. അപ്പോൾ ഒരു മീറ്റർ എന്ന് പറയുന്നത് മൃഗേന്ദ്ര മുഖം എന്നുള്ളതാ. MCQന് ഈ ഒരു ചോദ്യം വന്നിട്ടുണ്ട് കേട്ടോ, അത് പഠിച്ചു വയ്ക്കുക. ഇതും കൃത്യമായിട്ട് ഇയറും എല്ലാ കുട്ടികളും പഠിക്കുക. പിന്നെ ഇത് MCQ എന്ന് പറയുമ്പോൾ ബാക്കി എല്ലാ കുട്ടികളും പഠിക്കണം, MCQക്കാർ ഒന്നും കൂടി ഒന്ന് നോക്കി വെക്കുക. പിന്നെ അക്കോർഡിംഗ് ടു ഗുരു അറ്റൈനിങ് ദ കോർ റിയാലിറ്റി എപ്പോഴാണ്? ഓൾ ഓർഡിനറി ലാംഗ്വേജസ് ആൻഡ് 5 സെൻസസ് ആണ് കോർ റിയാലിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മുടെ ഈ ഒരു പാഠഭാഗത്തിൽ ആത്മോപദേശ ശതകത്തിന്റെ മൊത്തം എന്താ പറയുക ആശയമായിട്ട്, അതായത് ഒരു സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് നിങ്ങൾ സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കുക, കാരണം ഞാനിത് PDF ആഡ് ചെയ്തിട്ടില്ല, എവിടെയും ഞാൻ കൊടുത്തിട്ടില്ല. അപ്പം അതുകൊണ്ട് ഞാൻ സ്ക്രീനിൽ ഇപ്പം കാണിക്കാം, അത് നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നമ്മുടെ മൊത്തം കവിതയുടെ ഒരു സമ്മറിയാണ്. അപ്പം അത് essay വന്നാലും നിങ്ങൾ അത് എഴുതി വെച്ചാൽ മതിയായിരിക്കും. ഒരു സ്റ്റാൻസ വൈസ് ഞാനത് കൊടുത്തിട്ടുണ്ട്. ഇതാണ് സംഭവം. ഞാൻ ഓരോ സ്റ്റാൻസ് ആയിട്ട് ഞാൻ സ്ക്രീനിൽ കാണിക്കുന്നുണ്ട്. നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തിട്ട് എവിടെയെങ്കിലുമൊക്കെ നിങ്ങളൊന്ന് എഴുതി വെക്കാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ ഈ 4 സ്റ്റാൻസുകൾ ഞാനിപ്പോൾ പറയുന്നുണ്ട്, 4ഉം കൂടി കൂട്ടിയിട്ട് നിങ്ങൾ എന്ത് essay ഒക്കെ ചോദിക്കുമ്പോൾ മിക്സ് ചെയ്ത് എഴുതിയാൽ മതി. ഇപ്പം ഞാൻ സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ഓരോ സ്റ്റാൻസയും കാണിക്കുന്നത്. ഫസ്റ്റ് സ്റ്റാൻസയിൽ പറയുന്ന കാര്യം സെൽഫ് റിയലൈസേഷൻ ആണ് ഏറ്റവും ഹയസ്റ്റ് ഫോം ഓഫ് നോളേജ്. ഹയസ്റ്റ് ഫോം ഓഫ് നോളേജ് എന്താണ്? സെൽഫ് റിയലൈസേഷൻ ആണ്. ഓക്കെ, ദെൻ ഇറ്റ് ഷൈൻസ് ഓൺ എവ്രി വൺ ആൻഡ് എവറിത്തിങ്. എല്ലാ കാര്യങ്ങളിലും ആ ഒരു സെൽഫ് റിയലൈസേഷൻ നമുക്ക് കാണാൻ സാധിക്കും. വി ഡോണ്ട് നീഡ് അവർ 5 സെൻസസ് ടു ഗെയിൻ ദിസ് നോളേജ്. നമ്മൾ 5 സെൻസ് ഉപയോഗിച്ച് ആ നോളേജ് ഗെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ എങ്ങനെയാണ് നമ്മൾ ആ ഒരു ആക്ച്വൽ നോളേജ് നമ്മൾ സെൽഫ് റിയലൈസേഷനിലൂടെ അച്ചീവ് ചെയ്യാനായിട്ട് എങ്ങനെയാ പറ്റുക? ടു അച്ചീവ് ഇറ്റ് വി നീഡ് ടു ചാൻ, റീഡ്, അണ്ടർസ്റ്റാൻഡ് ദ സ്ക്രിപ്ചേഴ്സ്. നമ്മുടെ പുരാണങ്ങൾ മനസ്സിലാക്കണം, നമ്മൾ പ്രാർത്ഥിക്കണം, ഒത്തിരി നമ്മൾ വായിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ആ ഒരു സെൽഫ് റിയലൈസേഷൻ എന്നുള്ള നോളജ് അച്ചീവ് ചെയ്യാൻ പറ്റുക. അതിന് നമ്മുടെ 5 സെൻസസ് ആവശ്യമില്ല. മനസ്സിലായോ? ഇതാണ് ഏറ്റവും സിമ്പിളായിട്ട് ഞാൻ എഴുതിയിരിക്കുന്നതാണ്. ഇതിനും സിമ്പിളായിട്ട് ഇനി എഴുതാൻ പറ്റില്ല. അപ്പോൾ ഇതാണ് ഫസ്റ്റ് സ്റ്റാൻസയുടെ ഒരു സമ്മറി എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെക്കൻഡ് സ്റ്റാൻസയിലോട്ട് മൂവ് ചെയ്യാണ്. സെക്കൻഡ് സ്റ്റാൻസ കേട്ടോ. If we think carefully about our mind, senses and body, everything we can touch, we will see that all these are different form of the sun. ഇപ്പം നമുക്ക് എന്താ പറയുക, നമ്മുടെ മനസ്സിനെ കുറിച്ച് അല്ലെങ്കിൽ നമ്മുടെ സെൻസസിനെ കുറിച്ച്, നമ്മുടെ ബോഡീനെ കുറിച്ച്, നമുക്ക് തൊടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെയും കുറിച്ച് നിങ്ങളൊന്ന് ഇരുന്ന് ചിന്തിക്കാനാണ് പറയണത്. അങ്ങനെ നമ്മുടെ സെൻസസ്, നമ്മുടെ ബോഡി, നമുക്ക് തൊടാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളെ കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമുക്ക് ഒരു കാര്യം മനസ്സിലാവും. എന്താണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുക? ഇതെല്ലാം ഡിഫറെന്റ് ഫോം ഓഫ് ദി സൺ ആണെന്ന്, സണ്ണിന്റെ ഡിഫറെന്റ് ഫോംസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ദിസ് അണ്ടർസ്റ്റാൻഡിങ് നീഡ്സ് ഡീപ് തോട്ട്സ് ആൻഡ് സ്റ്റഡി. അപ്പം ഇത് ഇങ്ങനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിക്കുള്ള ഒരു തോട്ടും അതിനുള്ള ഒരു റിലേറ്റ് ചെയ്തിട്ടുള്ള പഠനമൊക്കെ നമുക്ക് ആവശ്യമാണ്. ഓക്കെ, അപ്പം നമുക്ക് തൊടാൻ പറ്റുന്ന കാര്യങ്ങൾ, നമ്മുടെ ബോഡി, നമ്മുടെ സെൻസസ്, ഇതിനെക്കുറിച്ച് നമ്മൾ ഇരുന്ന് ചിന്തിക്കുകയാണെങ്കിൽ ഇതെല്ലാം സൂര്യന്റെ ഡിഫറെന്റ് ഫോംസ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ്പായിട്ടുള്ള തോട്ടും പഠനവും ആവശ്യമാണ്. ഇതാണ് സെക്കൻഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇപ്പൊ ഫസ്റ്റത്തെ 2 സ്റ്റാൻസ നിങ്ങൾക്ക് ഓക്കെ ആയെന്ന് വിചാരിക്കുന്നു. ദെൻ നമ്മുടെ തേർഡ് സ്റ്റാൻസയാണ് just like waves in the ocean cannot be separated, we cannot separate the 5 basic elements like earth, water, fire, wind and space. നമുക്ക് കടലിലെ തിരമാലകൾ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഓരോന്നായിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ? ഇല്ല, സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതെല്ലാം ഒന്നാണ്. അങ്ങനെയാണ് ആ ഒരു കടൽ അവിടെ ഫോം ചെയ്യുന്നത്, അല്ലെ? അപ്പൊ കടലിലെ തിരമാലകൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തതുപോലെ തന്നെ നമ്മുടെ ബേസിക് എലമെന്റ്സ് ആയിട്ടുള്ള, ബേസിക് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ പഞ്ചഭൂതങ്ങളായിട്ട് നമ്മൾ പറയാ ആരോഗ്യ, എർത്ത്, വാട്ടർ, ഫയർ, വിൻഡ്, സ്പേസ്. ഇത് ഓർഡറിൽ തന്നെ ഇങ്ങനെ കൃത്യമായിട്ട് ഈ പേരുകൾ പഠിക്കുക കേട്ടോ. അപ്പോൾ എങ്ങനെയാണോ കടലിലെ തിരമാലകളെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റാത്തത്, അതേപോലെ തന്നെ 5 ബേസിക് എലമെന്റ്സ് ആയിട്ടുള്ള എർത്ത്, വാട്ടർ, ഫയർ, വിൻഡ് ആൻഡ് സ്പേസിനെയും നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റില്ല. അതാണ് നമ്മുടെ തേർഡ് സ്റ്റാൻസയിൽ പറയുന്നത്. ഇനി ഫോർത്ത് സ്റ്റാൻസയിലോട്ട് മൂവ് ചെയ്യുമ്പം നോളേജ്, ദ പേഴ്സൺ ഹു നോസ് ഇറ്റ് ആൻഡ് ദ വൺ ഹു എംബഡീസ് ഇറ്റ് ആർ ഓൾ ഇമ്പോർട്ടൻറ്റ്. അതായത് അറിയാകുന്ന ഒരു വ്യക്തി, അറിവ് ഉള്ളിലുള്ള ഒരാൾ, ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദ നോളജ് വിത്തിൻ അസ് കനോട്ട് ബി ഡിസ്ട്രോയിഡ്. നമ്മുടെ ഉള്ളിലെ അറിവിനെ ഒരാൾക്കും നശിപ്പിക്കാനായിട്ട് കഴിയില്ല. ബൈ അണ്ടർസ്റ്റാൻഡ് ഇറ്റ് വി ബിക്കം വൺ വിത്ത് ഇറ്റ്. നമ്മളത് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമ്മൾ അതിൽ അലിഞ്ഞു ചേരുമെന്നാണ് പറയുന്നത്. ഓക്കെ,
ദാറ്റ് മീൻസ് നമ്മുടെ ഉള്ളിൽ അറിവിനെ ആർക്കും നശിപ്പിക്കാനായിട്ട് പറ്റില്ല. കനോട്ട് ബി ഡിസ്ട്രോയ് ദ നോളജ് വിത്തിൻ അസ് എന്ന് പറയുന്നു. അതേപോലെ തന്നെ നോളജ്, അതേപോലെ തന്നെ ദ പേഴ്സൺ ഹു നോസ് ഇറ്റ് ആൻഡ് ദ വൺ ഹു എംബഡീസ് ഇറ്റ്, അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. അറിവ് ഉള്ളിലുള്ള ആള് അതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ് പറയുന്നത്. സോ ഇതാണ് നമ്മുടെ ആത്മോപദേശ ശതകത്തിന്റെ 4 സ്റ്റാൻസയുടെ സമ്മറി ആയിട്ട് വരുന്നത്. ഈ 4 നിങ്ങൾ ഒരുമിച്ച് മിക്സ് ചെയ്ത് എഴുതി കഴിഞ്ഞ് ഇതിന്റെ സമ്മറിയായി, കവിതയുടെ മൊത്തം സമ്മറി. അപ്പൊ ഈ പാഠഭാഗത്ത് നിന്ന് എന്തൊരു ഷോർട്ട് ടെസ്റ്റ് അല്ലെങ്കിൽ എസ്സേ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കണക്ട് ചെയ്ത് എഴുതാനായിട്ട് പറ്റും. അപ്പോൾ സ്ക്രീൻഷോട്ട് ചെയ്ത് എടുത്തിട്ട് ഒന്ന് എഴുതി, 3-4 വരിയല്ലേ ഉള്ളൂ ഓരോ സ്റ്റാൻസിലും, ഒന്ന് എഴുതിയെടുത്ത് പഠിക്കാൻ ശ്രമിച്ചോളൂ കേട്ടോ. ഇനി ഈ പാഠഭാഗത്ത് നിന്ന് എസ്സേ ചോദിക്കുകയാണെങ്കിൽ ഗുരു പറഞ്ഞിട്ടുള്ള ഫേമസ് ആയിട്ടുള്ള ലൈൻസിലെ 1 കാസ്റ്റ് 1 റിലീജിയൻ, അതും പിന്നെ ഈ ആത്മോപദേശ ശതകത്തിന്റെ പാഠഭാഗത്തിന്റെ ഇൻട്രോയിൽ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഈ ലൈൻസ് ഒക്കെ കേട്ടോ, ഇതൊക്കെ ആഡ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഈ പറഞ്ഞ 4 സ്റ്റാൻസയുടെ ഒന്ന് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതി കഴിഞ്ഞാൽ എസ്സേയുടെ ആൻസറായി. നമുക്ക് അടുത്ത പാഠത്തിലോട്ട് മൂവ് ചെയ്യാം. അടുത്ത ചാപ്റ്റർ എന്ന് പറയുന്നത് ഇന്ദുലേഖയാണ്. ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇന്ദുലേഖനെ കുറിച്ച് ഇതിൽ പറയുന്നുണ്ട്. മാധവന്റെ ക്യാരക്ടർ സ്കെച്ച്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാധവന്റെ ക്യാരക്ടർ സ്കെച്ച്, പിന്നെ ഇന്ദുലേഖ എഴുതാനായിട്ട് ഇടയായ സാഹചര്യം. ചന്തുമേനോൻ ഇന്ദുലേഖ എന്തുകൊണ്ടാണ് എഴുതിയത്? തന്റെ ഭാര്യയ്ക്ക് ഇംഗ്ലീഷിലുള്ള നോവൽസ് ഒക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് കൊടുക്കായിരുന്നു. അപ്പോഴാണ് ആൾ മനസ്സിലാക്കിയത് അവരുടെ വെസ്റ്റേൺ സിനാരിയോ ഒന്നും നമ്മുടെ മലയാളി റീഡേഴ്സിന് അത് ഡൈജസ്റ്റ് ആവില്ല, അൺസ്യൂട്ടബിൾ ആണ്. അപ്പം അതുകൊണ്ട് മലയാളത്തിൽ തന്നെ ഒരു നോവൽ എഴുതാമെന്ന് തീരുമാനിച്ചിട്ടാണ് മലയാളത്തിൽ ആദ്യ നോവലായിട്ട് ഇന്ദുലേഖ എഴുതപ്പെടുന്നത്. ചന്തുമേനോനാണ് എഴുതുന്നത്. അതിൻ്റെ ഇയർ എന്ന് പറയുന്നത് 1889 ആണ് കേട്ടോ. ഇന്ദുലേഖ പിന്നെ മാധവനാണ് അതിൽ സെൻട്രൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പിന്നെ ഇതിൽ നെക്സ്റ്റ് ഇന്ദുലേഖനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഹീറോയിൻ ആണ്, ഇംഗ്ലീഷ് എഡ്യൂക്കേറ്റഡ് യങ് വുമൺ ആണ്, വളരെ ഗ്രേസ്ഫുൾ ആയിട്ടുള്ള നായക ഗേൾ ആണ്. ആക്ച്വലി ഇന്ദുലേഖയും മാധവനും ഒരു ഡിസ്റ്റന്റ് റിലേറ്റീവ്സ് ആണ് കേട്ടോ. മുറപ്പെണ്ണ് മുറച്ചെറുക്കൻ എന്നൊക്കെ പറയില്ലേ, അങ്ങനെയായിട്ടും ഇവർ വരാം. കാരണം ഇവരുടെ 2 പേരുടെയും ഫാമിലിയിൽ പാഞ്ചുമേനോൻ എന്ന് പറയുന്ന ആൾ വരുന്നുണ്ട്. ഓക്കെ, ദെൻ മാധവനെ കുറിച്ച് ഒത്തിരി ഉണ്ട്. മാധവൻ ഹീറോ ആണ്, സാൻസ്ക്രിറ്റും ഇംഗ്ലീഷും അറിയാവുന്ന ഒരാളാണ്, ഡിഗ്രീസിലൊക്കെ ഫസ്റ്റ് ക്ലാസ്സോട് കൂടി പാസ്സായ ആളാണ്, ഏതൊരു സ്കോളർഷിപ്പ് കോമ്പറ്റീഷന് പോകുമ്പോഴും നിരവധി പ്രൈസ് നേടുന്ന ഒരാളാണ്. ഈക്വൽ ആയിട്ട് കാണണം, ഷിന്നന് എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം എന്നൊക്കെ മൂത്ത അവരുടെ ഫാമിലിയിൽ കാരണവരുടെ അടുത്ത് പറയുന്ന ഒരാളാണ് നമ്മുടെ മാധവൻ. എല്ലാവരുടെ അടുത്ത് ഓപ്പൺ ആയിട്ട് പറയാനായിട്ട് ഒരു പേടിയില്ല, വളരെ കറേജിയസ് ആയിട്ടുള്ള ഇന്റലിജൻസ് ഉള്ള ഒരാളാണ്. നല്ലൊരു ബോഡി ആൾക്കുണ്ട്, ഗോൾഡൻ കളറാണ് ബോഡി, പിന്നെ ഗ്ലോയിങ് ഫേസ് ഉണ്ട്. യൂറോപ്യൻസ് ഒക്കെ ആളുടെ ഫ്രണ്ട്സ് ആണെന്ന് പറയുന്നുണ്ട്. ഇന്ദുലേഖയായിട്ട് പ്രണയത്തിലാണ്. പിന്നെ വല്യമാമനാണ് ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്നത് കേട്ടോ. ഷിന്നനെ കുറിച്ചുള്ള എഡ്യൂക്കേഷന്റെ കാര്യം വല്യമാമനായിട്ട് സംസാരിക്കുന്നുണ്ട്. അപ്പം ഇതിൽ വരുന്ന വേറെ കഥാപാത്രങ്ങൾ എന്ന് പറയുന്നത് ചാത്തരമേനോൻ വരുന്നുണ്ട്. ചാത്തരമേനോൻ നമ്മുടെ മാധവന്റെ ഒരു എൽഡർ ബ്രദർ ആയിട്ട് വരും. ചാത്തരമേനോനാണ് പാഠഭാഗത്തിന്റെ തുടക്കത്തിൽ നീ എന്തിനാ വല്യമാമന്റെ അടുത്ത് ചൂടായിട്ട് സംസാരിച്ച ഷിന്നന്റെ കാര്യം എന്നാണ് ചോദിക്കുന്നത്. ദെൻ ഷിന്നൻ അവരുടെ ഫാമിലിയിലുള്ള ഒരു യങ്ങർ ബ്രദർ ആയിട്ട് വരും, അകന്ന റിലേറ്റീവ് ആണ് കേട്ടോ. ദെൻ കുമ്മിണി അമ്മയാണ് ഷിന്നന്റെ അമ്മ. അപ്പൊ ഈ കുമ്മിണി അമ്മയുടെ ഫാമിലിയോട് മാത്രം നമ്മുടെ വലിയ മാമൻ എന്തോ വിരോധമുണ്ട്. കുമ്മിണിയമ്മയുടെ ഫാമിലിയിൽ 2 ആൺമക്കൾ വേറെ ഉണ്ടായിരുന്നു കുമ്മിണിയമ്മയ്ക്ക്, അവരെ 2 പേരെയും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഒരു മകള് വരുന്നുണ്ട്, മകളെയും പഠിപ്പിച്ചിട്ടില്ല. പിന്നെ ഇപ്പൊ 4ാമത്തെ ഷിന്നനെയും പഠിപ്പിക്കുന്നില്ല. എന്താണെന്ന് അറിയുന്നില്ല. നമ്മുടെ കുഞ്ഞാത്തുലമ്മയുടെ ഫാമിലിനെ മാത്രം വല്യമാമൻ സെപ്പറേറ്റ് ചെയ്ത് കാണുകയാണ്. ദെൻ ശങ്കർ മേനോൻ അങ്കിളാണ്, അങ്കിളും ചോദ്യം ചെയ്യുന്നുണ്ട് നീ എന്തിനാണ് വല്യമാമന്റെ അടുത്ത് ചൂടായി സംസാരിച്ചത്. ദെൻ പാർവതി അമ്മ നമ്മുടെ മാധവന്റെ അമ്മയാണ്, കഞ്ഞി കൊണ്ട് കൊടുക്കുന്നുണ്ട്, മുടിയൊക്കെ കെട്ടി കൊടുക്കുന്നുണ്ട് മാധവന്. നിന്നെ പഠിപ്പിച്ചെങ്കിൽ ഷിന്നനെയും പഠിപ്പിക്കും, പഠിപ്പിച്ചില്ലെങ്കിൽ ചിലപ്പോൾ പഠിപ്പിക്കില്ല എന്നുള്ളൊരു അഭിപ്രായമാണ് അമ്മയ്ക്ക്. ദെൻ പാഞ്ചുമേനോനാണ് ഈ വലിയ മാമൻ എന്ന് പറയുന്ന കാരണവര്, ഹെഡ് ഓഫ് ദി ഫാമിലി. നമ്മുടെ ഇന്ദുലേഖയുടെ കേസിലും പാഞ്ചുമേനോൻ ഇടപെടുന്നുണ്ട്. അപ്പൊ നമുക്ക് അതിൽ നിന്ന് മനസ്സിലാക്കാം ഇവര് മുറപ്പെണ്ണ് മുറിച്ചെടുക്കാൻ ആ ഒരു റിലേറ്റീവ് ആയിരിക്കും. പിന്നെ ആരാണ് ഷിന്നന് ചോദിക്കുന്നുണ്ട്. ദെൻ പാർവതി അമ്മയുടെ ഒപ്പീനിയൻ എന്താണ് ഷിന്നന്റെ എഡ്യൂക്കേഷനെ കുറിച്ച്? അവനെ കാരണം ഒരു വല്യമാമൻ പഠിപ്പിച്ചോളും, എല്ലാവരും വല്യമാമനെ പഠിപ്പിച്ചേ, അതുകൊണ്ട് ഷിന്നനെ പഠിപ്പിക്കണം എന്നുണ്ടെങ്കിൽ പഠിപ്പിക്കും എന്നാണ് പാർവതി അമ്മ പറയുന്നത്. മാധവന്റെ അമ്മയാണ്. പിന്നെ ഇതിന്റെ കോൺസിക്വൻസസ്, നീ ഇപ്പൊ ചൂടായതിന്റെ കോൺസിക്വൻസസ് നീ അനുഭവിക്കേണ്ടി വരുമെന്ന് പറയുമ്പോൾ നമ്മുടെ മാധവൻ ആലോചിക്കുന്നത് ഇന്ദുലേഖയുടെ കാര്യമാണ് ആലോചിക്കുന്നത്. ഓക്കെ, അപ്പം ഇതിൽ നിങ്ങൾ മെയിൻ ആയിട്ട് പഠിക്കേണ്ടത് ഇന്ദുലേഖയും മാധവനും തമ്മിലുള്ള ആ ഒരു റിലേഷൻഷിപ്പിന്റെ കാര്യം, ഇന്ദുലേഖനെ കുറിച്ച് പറയുന്ന കാര്യം. ദെൻ മാധവന്റെ ക്യാരക്ടർ സ്കെച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കുക. ഷിന്നന്റെ കാര്യം ഒക്കെ ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ദെൻ ഈ ഒരു ഇന്ദുലേഖ എന്ന് പറയുന്ന പാഠഭാഗം മീൻസ് നോവൽ എഴുതാൻ ഇടയായ സാഹചര്യം. അപ്പം നമ്മുടെ
ചന്തുമേനോൻ എന്ന് പറഞ്ഞ റൈറ്ററിന്റെ വൈഫിന്റെ പേര് ലക്ഷ്മിക്കുട്ടി അമ്മ എന്നാണേ. അതും ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. ഓക്കെ, ഇതാണ് ആ ചാപ്റ്ററിൽ വരുന്നത്. ഇനി അയ്യങ്കാളിയിലേക്ക് കടക്കുമ്പോൾ എം നിസാർ ആൻഡ് മീര കണ്ടസ്വാമി ഇവർ രണ്ടുപേരും ഒന്നിച്ചെഴുതിയ ഒരു പാഠഭാഗമാണ് അയ്യങ്കാളി എന്ന് പറയുന്നത്. ദെൻ നമ്മുടെ അയ്യങ്കാളി എന്ന് പറയുന്ന ആ ഒരു അത്രയും വലിയൊരു ഫൈറ്റർ ആയിരുന്നു അല്ലെ, ദളിറ്റ്സിന് വേണ്ടി ഫൈറ്റ് ചെയ്ത ഒരാളായിരുന്നു. ദളിറ്റ്സ് ലീഡർ ആയിരുന്നു അയ്യങ്കാളി. വില്ലുവണ്ടി യാത്രയ്ക്ക് 1893 നമ്മുടെ അയ്യങ്കാളി നടത്തുന്നുണ്ട്. ദളിറ്റ്സിന്റെ ഉള്ള ഇൻജസ്റ്റിസിനെതിരായിട്ടാണ് നടത്തുന്നത്. പബ്ലിക് റോഡ്സ് ഒക്കെ ദളിറ്റ്സിന് ഓപ്പൺ ചെയ്ത് കൊടുത്തിരുന്നു എങ്കിലും അവർക്ക് ഒത്തിരി കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു അധികാരം ഉണ്ടായിരുന്നില്ല. അപ്പൊ അതിനാണ് വില്ലുവണ്ടി യാത്ര അയ്യങ്കാളി നടത്തിയത്. മാർജിനലൈസ്ഡ് ദളിറ്റ്സിന്, അതായത് ദളിറ്റ്സിനെ എപ്പോഴും മാർജിനലൈസ് ചെയ്ത് കാണുകയാണ്, അവർ മാറ്റി നിർത്തുകയാണ്. അപ്പൊ അതിനെ ചോദ്യം ചെയ്യുന്നുണ്ട് അയ്യങ്കാളി. Then Ayyangkali proved that even a single man can resist the unjust society and make a difference. അയ്യങ്കാളി ഒറ്റയ്ക്ക് നിന്നാണ് പൊരുതിയിരുന്നത് ദളിറ്റ്സിന് വേണ്ടി. എന്നിട്ട് ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒറ്റയ്ക്ക് നിന്നിട്ട് മാറ്റങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കാൻ പറ്റുമെന്ന് തെളിയിച്ച ആളാണ് അയ്യങ്കാളി. പിന്നെ അയ്യങ്കാളി അയ്യാവ് സ്വാമികൾ ശ്രീനാരായണ ഗുരുവിൽ നിന്നൊക്കെയാണ് ഇൻസ്പയർഡ് ആയിട്ട് ഒത്തിരി കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു സഭയാണ് ഇത്, ഈ ഒരു SJPS സാധു ജനപരിപാലന സംഘം. ഇത് SNDP ആയിട്ട് കുറച്ച് റിലേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഇതിന്റെ റൂൾസ് കാര്യങ്ങളൊക്കെ. അതാണ് ഈ പേരിലും ആ ഒരു SNDP SJPS കണ്ടോ മാച്ച് വരുന്നത് അതുകൊണ്ടാണ്. പിന്നെ ശ്രീനാരായണ ഗുരു ഓൾറെഡി ഗുരു ആയിട്ട് കൺസിഡർ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ SNDPയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ട് തന്നെയാണ് SJPS തുടങ്ങിയത്. SJPS ദളിറ്റ്സിന് വേണ്ടി മാത്രമായിരുന്നില്ല, എല്ലാ കാസ്റ്റിലും ലോവർ കാസ്റ്റിൽ വരുന്ന ആളുകൾക്കും വേണ്ടിയിട്ടാണ് അത്തരത്തിലുള്ള ഒരു തുടങ്ങിയത്. അടുത്തൊരു ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് പബ്ലിക് സ്ഫിയറിൻ്റെ ഒരു കാര്യം. പബ്ലിക് സ്ഫിയറിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ട് ഇംഗ്ലീഷൊക്കെ സംസാരിക്കാൻ അറിയാകുന്ന ലിറ്ററേറ്റ് ആയിട്ടുള്ള ആളുകൾ മാത്രമേ പബ്ലിക് സ്ഫിയറിൽ സംസാരിക്കാനായിട്ട് ചെല്ലുള്ളൂ. ആൻഡ് ഹയർ ക്ലാസ്സിലുള്ളവർ മാത്രമേ ഒരു പബ്ലിക് സ്ഫിയർ ഒരു ഗ്രൂപ്പാണത്, അതിലിരുന്ന് സംസാരിക്കുള്ളൂ. അപ്പോൾ ദളിറ്റ്സിനൊന്നും അവിടേക്ക് പോകാനേ പറ്റില്ല, കാരണം അവർ എഡ്യൂക്കേറ്റഡ് അല്ല, ഹയർ ക്ലാസ് അല്ല. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യം പഠിച്ചു വയ്ക്കുക. പിന്നെ ആരാണ് സാധുജനം? ഓക്കെ, സാധുജനം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് പുവർ പീപ്പിൾ ആണ്. അത് ദളിറ്റ്സ് മാത്രമല്ല, എല്ലാ കാസ്റ്റിലെയും പുവർ ആയിട്ടുള്ള ലോവറിൽ നിൽക്കുന്ന പീപ്പിളിനെ അവിടെ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ടാണ് ആ ഒരു SJPSൽ ദളിറ്റ്സിന് മാത്രമല്ല എല്ലാ പൂറായിട്ടുള്ള ആളുകൾക്കും വരാമെന്ന് പറയുന്നത്, എല്ലാ കാസ്റ്റിലുള്ളവർക്കും വരാമെന്ന് പറയുന്നത് അതുകൊണ്ടാണ്. അപ്പം നമുക്ക് ഈ ഒരു പാഠഭാഗത്ത് നിന്ന് എക്സ്പെക്ട് ചെയ്യാവുന്ന ഷോർട്ട് എസ്സേ എന്ന് പറയുന്നത് നമ്മുടെ അയ്യങ്കാളി ചെയ്ത കാര്യങ്ങളൊക്കെയാണ്. ഓക്കെ, അയ്യങ്കാളി ചെയ്ത കാര്യങ്ങൾ, പിന്നെ SJPS എന്താണ് എന്നുള്ളത്, പിന്നെ എസ്സേ ആയിട്ട് ഇതേപോലെ തന്നെ ദളിറ്റ്സിനെ കുറിച്ചുള്ള രീതിക്കൊക്കെ ചോദ്യങ്ങൾ വന്നേക്കാം SJPS ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതാനായിട്ട്. അപ്പം അങ്ങനെ എസ്സേ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജനറലായിട്ട് ദളിറ്റ്സിനെ കുറിച്ച് അറിയാവുന്ന കാര്യങ്ങളും കൂടി ഇൻക്ലൂഡ് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. SJPSന്റെ കാര്യം ഇൻക്ലൂഡ് ചെയ്യാം, അയ്യങ്കാളിനെ കുറിച്ച് പറയാം, അയ്യങ്കാളി ശ്രീനാരായണ ഗുരു അയ്യാവിനെയൊക്കെ ഗുരുവായിട്ട് കൺസിഡർ ചെയ്തുകൊണ്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ എഴുതാം, SNDP ആയിട്ട് ഒരു കണക്ഷൻ ഉണ്ടെന്ന് എഴുതാം, സാധുജനം അവരെ എല്ലാ കാസ്റ്റിലെയും പുവർ പീപ്പിളിനെയാണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നതെന്ന് എഴുതാം. പിന്നെ ദളിറ്റ്സ് അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, പല മേഖലയിൽ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, ജോലി, എഡ്യൂക്കേഷന്റെ ഭാഗത്ത് ഒക്കെ നിങ്ങൾക്ക് അറിയാവുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നടക്കുന്ന കാര്യങ്ങളും കൂടി എസ്സേയിൽ എഴുതാം. ഓക്കെ, ഷോർട്ട് എസ്സേ അപ് ടു ദ ക്വസ്റ്റൻ ആയിരിക്കണം നിങ്ങൾ ആൻസർ എഴുതേണ്ടത്. ഇനി നമ്മുടെ അടുത്തൊരു ചാപ്റ്റർ ആണ് നോട്ട് എ സിംഗിൾ ലെറ്റർ ഈസ് സീൻ എന്ന് പറയുന്നത്. ഇത് പൊയ്കയിൽ അപ്പച്ചൻ എഴുതിയിട്ടുള്ള ഒരു പാഠഭാഗമാണ്, കവിതയാണ്. അപ്പൊ ഇതൊരു വേദിയിൽ അദ്ദേഹം പാടിയ ഒരു കവിതയാണ് കേട്ടോ, അതാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ദെൻ ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത് എന്താണ്, പൊയ്കയിൽ അപ്പച്ചൻ ഒരു ദളിത് ലീഡർ ആയിരുന്നു. ദളിറ്റ്സിന്റെ കാര്യങ്ങളൊന്നും ഒരു ഹിസ്റ്ററി ബുക്സിലൊന്നും കാണാനില്ല. അപ്പൊ അതുകൊണ്ട് എന്തുകൊണ്ടാണ് ദളിറ്റ്സിനെ കുറിച്ചുള്ള കാര്യങ്ങൾ മാത്രം എവിടെയും ഇല്ലാത്തത് എന്ന് ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു കവിതയാണ് ഇത്. ദെൻ അദ്ദേഹം സ്ഥാപിച്ച ഒരു സഭയുടെ പേര് പ്രത്യക്ഷ രക്ഷ ദൈവസഭ എന്നുള്ളതാണ് കേട്ടോ. പിന്നെ പൊയ്കയിൽ അപ്പച്ചൻ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്തതിന് ശേഷം യോഹന്നാൻ എന്നുള്ള ഒരു പേര് സ്വീകരിക്കുന്നുണ്ട്. പക്ഷെ അവിടെ നിന്നും കുറച്ച് എന്താ പറയുക മാർജിനലൈസ് ചെയ്ത് നിൽക്കേണ്ട ഒരു സിറ്റുവേഷൻ വന്നതുകൊണ്ടാണ് പിന്നീട് ഈ ഒരു പ്രവർത്തനങ്ങൾ പ്രത്യക്ഷ രക്ഷാ ദൈവസഭയൊക്കെ ആയിട്ട് ദളിറ്റ്സിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കാനായിട്ട് അദ്ദേഹം ഇറങ്ങിത്തിരിക്കുന്നത്. അപ്പം ഈ ഒരു കവിതയിൽ മെയിനായിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് പറയാണ് ദളിറ്റ്സിനെ മാർജിനലൈസ് ചെയ്ത് നിർത്തുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ലെ. അപ്പം അതിനെ ക്രിട്ടിസൈസ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ ഈ ഒരു കവിത എഴുതിയിരിക്കുന്നത്. അപ്പം അവരനുഭവിക്കുന്ന ഇൻജസ്റ്റിസ്, ബ്രൂട്ടാലിറ്റീസിനെതിരെയൊക്കെ അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. പിന്നെ ഇത് രക്ഷനിർണയ യോഗം കുളത്തൂർ കുന്നിലെ രക്ഷനിർണയ യോഗത്തിൽ 1910 ആലപിച്ച ഒരു കവിതയാണ് നമുക്കിപ്പോൾ പഠിക്കാനായിട്ടുള്ളത്.
ദെൻ ഇതിൽ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് പഠിക്കുമ്പം നമ്മുടെ ടൈറ്റിൽ നോ നോട്ട് എ സിംഗിൾ ലെറ്റർ ഇസ് ഇൻ. ദളിത്സിനെ കുറിച്ചൊരു ഒരു സിംഗിൾ ലെറ്റർ പോലും ഒരു ഹിസ്റ്ററീസിലും ബുക്സിലും കാണാൻ സാധിക്കുന്നില്ല. അതാണ് ആ ടൈറ്റിലിൻ്റെ ഇമ്പോർട്ടൻസ്. പിന്നെ why does the poem scrutinize the histories of the world? The poem scrutinize the histories of the world to see if anything is written. സൂക്ഷ്മ പരിശോധന നടത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ദളിത്സിനെ കുറിച്ച് എന്തെങ്കിലും ഉണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ടാണ് അല്ലേ. ദെൻ ഇവിടെ വാട്ട് സ്ട്രൈക്സ് ദ പോയിറ്റ് ആസ് പിറ്റിയബിൾ. അത്രയും പിറ്റിയബിൾ ആയിട്ട് തോന്നിയത് എന്താ? ഹിസ്റ്ററിയിൽ പോലും എവിടെയും പോലും ഒരു വേർഡ്, ഒരു ലെറ്റർ പോലും എഴുതി വെച്ചിട്ടില്ല എന്നുള്ള ഒരു കാര്യമാണ്. പിന്നെ വാട്ട് ഈസ് ദ പോയംസ് ടേക്ക് ഓൺ ഗോഡ്? ദ പോയം ടേക്ക് ഓൺ ഗോഡ് ഈസ് ഹൗ ഗോഡ് ഹു ഷേപ്ഡ് എവറിത്തിങ് അലോ ദിസ് ടു ഹാപ്പൻ ഓൺ എർത്ത് ടുഡേ. ഇന്ന് എർത്തിൽ നടക്കുന്ന ഈ ഒരു അനീതികൾ, ഇൻജസ്റ്റിസ്, ദളിത്സിനെ മാർജിനലൈസ് ചെയ്ത് നിർത്തുന്നു. ഗോഡ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ഷേപ്പ് ചെയ്തേക്കണേ എന്നുള്ളൊരു രീതിക്കും ഇവിടെ കൊണ്ടുവരുന്നുണ്ട്. അപ്പം ഇതിൽ നിന്ന് നമുക്ക് എസ്സേ വരുമ്പോൾ ദളിത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് നമുക്ക് എല്ലാ പാഠഭാഗവും വേണമെങ്കിൽ കണക്ട് ചെയ്ത് നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ ദളിത്സിനെ കുറിച്ച് ചോദിക്കുമ്പോൾ ജനറലൈസ് ചെയ്തിട്ടൊക്കെ എസ്സേ എഴുതാനായിട്ട് ശ്രമിക്കാം. ഇനി നമ്മുടെ ഈ ഇതിലെ ലാസ്റ്റ് ചാപ്റ്ററാണ് വക്കം മൗലവി മൈ ഗ്രാൻഡ് ഫാദർ ദ റബൽ എന്ന് പറയുന്നത്. സാബിൻ ഇക്ബാലിൻ്റെ, നമ്മുടെ റൈറ്ററിൻ്റെ ഗ്രാൻഡ് ഫാദറാണ് വക്കം മൗലവി. വക്കം മൗലവി ഒത്തിരി ആക്ടിവിസ്റ്റ് കാര്യങ്ങളൊക്കെ ഒരു ആക്ടിവിസ്റ്റ് തന്നെയാണ്, ലീഡറാണ്. അപ്പം അദ്ദേഹം എന്ന് പറയുന്നത് ഒരു ഗ്രേറ്റ് കേരളൈറ്റ് ആയിട്ട് അറിയപ്പെടുന്ന ഒരാളായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്വദേശാഭിമാനി പത്രം, കേരളത്തിലെ ആദ്യ പത്രമായിട്ട് സ്വദേശാഭിമാനി പത്രം വരുന്നുണ്ട്. അതിൻ്റെ എഡിറ്ററെയാണ് എല്ലാവരും ആലോചിക്കുന്നത്. അതിൻ്റെ ഫൗണ്ടർ ആയിട്ടുള്ള വക്കം മൗലവി ആരും ആലോചിക്കുന്നില്ല. ആളെ മറന്നുപോയ ഒരു സിറ്റുവേഷനാണ് പറയുന്നത്. ആൾ ഒത്തിരി കാര്യങ്ങൾ മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് വേണ്ടിയിട്ടും ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. ദെൻ ഫ്യൂച്ചറിക്ക് വേണ്ടിയിട്ട്, കുട്ടികളുടെ ഫ്യൂച്ചറിക്ക് വേണ്ടിയിട്ടും ഒത്തിരി കാര്യങ്ങൾ പ്രവർത്തിച്ച ഒരാളാണ്. പക്ഷെ ആളെക്കുറിച്ച് ആരും ഇപ്പോൾ ആലോചിക്കുന്നില്ല എന്നുള്ളൊരു സങ്കടമാണ് നമ്മുടെ സാബിൻ ഇക്ബാൽ ഈ ഒരു പാഠഭാഗത്തിലൂടെ നമ്മളോട് പറയുന്നത്. ദെൻ അദ്ദേഹം ഒരു ഓഥർ ആയിരുന്നു, സോഷ്യൽ റിഫോമർ ആയിരുന്നു, റിലീജിയസ് സ്കോളർ ആയിരുന്നു, ഫ്രീഡം ഫൈറ്റർ ആയിരുന്നു. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് നമുക്ക് ഷോർട്ട് എസ്സേ ആയിട്ട് സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച് ചോദിക്കാം. അതിൻ്റെ എന്താ പറയുക, എന്ന് സ്റ്റാർട്ട് ചെയ്തു, ആരാണ് അതിൻ്റെ ഫൗണ്ടർ, ആരായിരുന്നു അതിൻ്റെ ആദ്യത്തെ എഡിറ്റർ? CP പിള്ളയായിരുന്നു ആദ്യത്തെ എഡിറ്റർ. പിന്നെയാണ് രാമകൃഷ്ണ പിള്ള വരുന്നത് എഡിറ്ററായിട്ട്. രണ്ടാമത്തെ എഡിറ്ററാണ് രാമകൃഷ്ണ പിള്ള. പിന്നെ ആ ഒരു പത്രത്തിൽ എല്ലാം ഓപ്പൺ ആയിട്ട് തുറന്നടിച്ച് എഴുതിയിരുന്ന ഒരു പത്രമായിരുന്നു അത്. നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങൾക്കെതിരെ ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിച്ച് എഴുതുന്ന ഒരു പത്രമായിരുന്നു സ്വദേശാഭിമാനി. പിന്നെ എന്താണ് ഈ സ്വദേശാഭിമാനിയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ലാസ്റ്റ് ഈ പത്രത്തിന് എന്ത് സംഭവിച്ചു, ബ്രിട്ടീഷ് അടച്ചു പൂട്ടുന്നുണ്ട് ഈ പ്രസ്സും കാര്യങ്ങളൊക്കെ. അപ്പം അത് മൊത്തം നമ്മൾ ഷോർട്ട് എസ്സേ ആയിട്ട് പഠിച്ചു വയ്ക്കണം. സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച്, വക്കം മൗലവീനെ കുറിച്ച് ഷോർട്ട് എസ്സേ ആയിട്ട് പഠിച്ചു വയ്ക്കണം. പിന്നെ എസ്സേ ആയിട്ട് അദ്ദേഹം നടത്തിയ കാര്യങ്ങളെ എല്ലാം, വക്കം മൗലവിയുടെ എല്ലാ കോൺട്രിബ്യൂഷൻസും ചോദിച്ചുകൊണ്ട് എസ്സേയും ചോദിക്കാം. അപ്പോൾ ഈ പാഠഭാഗത്ത് നിന്ന് മനസ്സിലായത് മുഴുവൻ നിങ്ങൾ എന്ത് ചെയ്യണം? എസ്സേക്ക് വേണ്ടി എഴുതേണ്ടി വരും. പിന്നെ ഇവിടെ കറക്റ്റായിട്ട് കൊടുത്തേണ്ട ഒരു വീക്കിലി ആയിട്ട് 1905 സ്വദേശാഭിമാനി പത്രം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അന്നത്തെ കാലത്ത് ഇംഗ്ലണ്ടിൽ നിന്ന് 12,000 രൂപയുടെ ഓട്ടോമാറ്റിക് പ്രിന്റിംഗ് പ്രസ്സാണ് വക്കം മൗലവി കൊണ്ടുവരുന്നത്. അന്നൊക്കെ 1 ഏക്കർ ഭൂമിക്ക് 100 രൂപയേ ഉള്ളൂ. ആ ഒരു സമയത്ത് 12,000 രൂപയ്ക്ക് അത്രയും ഒരു എന്താ പറയുക, കോടിക്കണക്കിന് അത്രയും വിലയുണ്ട്. അപ്പോൾ ആ ഒരു 12,000 രൂപയ്ക്കാണ് അന്നത്തെ കാലത്ത് കൊണ്ടുവന്നത്. പക്ഷെ മരിക്കുന്ന സമയത്തൊക്കെ അത്രയും എന്താ പറയുക, പോവർട്ടി, ദുരിതത്തിലാണ് അദ്ദേഹം. പൈസയുടെ ബുദ്ധിമുട്ടുകൊണ്ടൊക്കെയാണ്, ഒരു ഡെപ്റ്റ് ഒക്കെ ആയിരുന്നു ആ സമയത്ത്. അങ്ങനെയാണ് മരണപ്പെടുന്നത്. Then he called the newspaper and the press Swadeshabhimani to show his intention was patriotism and not business interest. Swadeshabhimani, സ്വദേശം, സ്വന്തം ദേശത്തിൻ്റെ കാര്യങ്ങളാണ് അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പാട്രിയോട്ടിസം ആയിരുന്നു അതിൻ്റെ തീം. ഒരു ലാഭത്തിന് വേണ്ടിയിട്ട്, ഒരു ബിസിനസ്സിന് വേണ്ടിയിട്ടും അല്ല ആ ഒരു പത്രം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ദെൻ ഇപ്പോൾ അവർക്ക് ഇതിലൂടെ എന്ത് നഷ്ടം സംഭവിച്ചാലും ജനങ്ങളുടെ ഗ്രീവൻസ്, ജനങ്ങളുടെ സങ്കടങ്ങൾ ഇതിൽ എഴുതാതെ ഇരിക്കില്ല എന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ലണ്ടൻ ബേസ്ഡ് റൂട്ടേഴ്സുമായിട്ട് കണക്ഷൻ ഉണ്ടായിരുന്ന ആദ്യത്തെ ന്യൂസ് പേപ്പറാണ് നമ്മുടെ സ്വദേശാഭിമാനി പത്രം എന്ന് പറയുന്നത്. അപ്പം ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഇങ്ങനെ തന്നെ പഠിക്കുക കേട്ടോ. ലണ്ടൻ ബേസ്ഡ് റൂട്ടേഴ്സുമായിട്ട് നേരിട്ട് കമ്മ്യൂണിക്കേഷൻ ലിങ്കുള്ള പത്രമാണ്, ഫസ്റ്റ് ന്യൂസ് പേപ്പറാണ് സ്വദേശാഭിമാനി എന്ന് പറയുന്നത്. ദെൻ 1910 അതിൻ്റെ രാമകൃഷ്ണപിള്ള എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? ക്രിട്ടിസൈസ് ചെയ്ത് ഒത്തിരി കാര്യങ്ങൾ എഴുതിയതിൻ്റെ പേരിൽ ബ്രിട്ടീഷ് അതോറിറ്റീസ് അത് എന്താ പറയുക, ജപ്തി ചെയ്യുന്നുണ്ട് ആ ഒരു പ്രസ്. കാരണം അതായത് 1905 പ്രസ് സ്റ്റാർട്ട് ചെയ്യുന്നത്, 1910. അപ്പോൾ ആ ഒരു സമയത്ത് CP പിള്ളയായിരുന്നു അതിൻ്റെ എഡിറ്റർ ആയിരുന്നത്. ദെൻ ഒരു 1-2 വർഷക്കാലം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മുടെ രാമകൃഷ്ണ പിള്ളയായിരുന്നു. രാമകൃഷ്ണ പിള്ളയ്ക്ക് ഫുൾ
റൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ആഡ് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുള്ള ന്യൂസുകളെ കുറിച്ചുള്ള റൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത്തരത്തിൽ ഒത്തിരി കാര്യങ്ങൾ ക്രിട്ടിസൈസ് ചെയ്ത് എഴുതിയതിൻ്റെ പേരിലാണ് ബ്രിട്ടീഷ് 1910 ആയപ്പോഴേക്കും നമ്മുടെ പ്രസ് അടച്ചു പൂട്ടുന്നത്. ഓക്കെ, ദെൻ വക്കം മൗലവി കോൾഡ് റബൽ. എന്തുകൊണ്ട് വക്കം മൗലവിനെ റബൽ എന്ന് വിളിക്കുന്നു? കാരണം അദ്ദേഹത്തിൻ്റെ ഐഡിയാസ് കാര്യങ്ങളൊക്കെ തന്നെ ട്രഡീഷണലിസ്റ്റിന് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ളതായിരുന്നു. അവർക്ക് അതൊന്നും ടോളറേറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിക്കുള്ള സംഭവങ്ങൾ അദ്ദേഹം നടപ്പിലാക്കി. അതുകൊണ്ടാണ് ആളെ ഒരു റബൽ, വിപ്ലവകാരി എന്ന് വിളിക്കുന്നത്. പിന്നെ ആളുടെ കോൺട്രിബ്യൂഷൻസ് ഉണ്ട്. അപ്പം ഇതൊക്കെ ഒന്ന് കൃത്യമായിട്ട് നോക്കാം. അപ്പം കോൺട്രിബ്യൂഷൻസ്, വക്കം മൗലവിയുടെ കോൺട്രിബ്യൂഷൻ, സ്വദേശാഭിമാനി പത്രത്തെക്കുറിച്ച്, എന്തുകൊണ്ട് ആളെ റബൽ എന്ന് വിളിക്കുന്നു, ഇതൊക്കെയാണ് നമ്മൾ ഈ ഒരു പാഠഭാഗത്തിൽ മെയിനായിട്ട് പഠിച്ചു വയ്ക്കേണ്ട കാര്യങ്ങൾ കേട്ടോ. സോ നമ്മുടെ സെക്കൻഡ് മൊഡ്യൂളിൻ്റെ റിവിഷൻ കഴിഞ്ഞിട്ടുണ്ട്. തേർഡും ഫോർത്തും ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യാം. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.